മലയാള സിനിമയെ നെട്ടിച്ചുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് സന്തോഷ് വർക്കിയാണ്. വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. അപ്പോൾ ഇപ്പോൾ മലയാള സിനിമയിൽ അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഏറ്റവും ചർച്ചയായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. അപ്പോൾ അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? അതിനെപ്പറ്റി ആരും പേര് പറയുന്നില്ല. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിചാരിച്ച് WCC കാരണമാണ് പുറത്തു വന്നത്. അവർ കാരണമാണ് തുടങ്ങിയതും വരാനും കാരണം. കുറച്ച് ഡിലേ വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ഇതിപ്പോൾ വന്നിരിക്കുന്ന ജനറലായിട്ട് വന്ന കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളെല്ലാം ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതിൽ പലരുടെ പേരുകൾ വന്നിട്ടില്ല. അതല്ല ഇനി വല്ല റൈറ്റ് ഇൻഫോർമേഷൻ ആക്ട് വഴിയല്ലോ വരുമെന്ന് അറിയില്ല. പക്ഷെ അതിൽ നമ്മളുടെ പേര് പറയാനില്ല, ഇവിടെ തന്നെ ഒരു റൂളിംഗ് പാർട്ടിയുടെ ഒരു MP അല്ലെങ്കിൽ മിനിസ്റ്റർ പറഞ്ഞ ആൾ ഇത് ഒതുക്കിയുണ്ട്. പുള്ളി പറയുകയും ചെയ്തു. ഇതിൽ പുള്ളി കുറച്ച് മണ്ടത്തരം ഉണ്ടായതുകൊണ്ടാണ് പറയണം. പുള്ളി പറയണത് ഇത് പേടിക്കേണ്ട ഒന്നും വരുന്നില്ല, ദോഷം ഉണ്ടാവില്ല, പേടിക്കണ്ട. അപ്പം എന്തുകൊണ്ടെന്നാണ് അർത്ഥം. അപ്പം അങ്ങനെ കുറേ കളിയിൽ നടന്നത്. പിന്നെ രഞ്ജിനി പറഞ്ഞ ആൾ ഇതിനെ എഗെയിൻസ്റ്റ് പോകാൻ കാരണം ശരിക്കും അവരെതിരായ കൊണ്ടല്ല. കാരണം ഇതിൽ ഇവരെ സ്വകാര്യത ബാധിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവർക്ക് വായിച്ച് മനസ്സിലാക്കിയിട്ട് ഇല്ലെന്ന് ഉറപ്പിച്ചിട്ട് പബ്ലിഷ് ചെയ്യണം പറയുന്നത്. അത് അവർ തെറ്റിദ്ധരിച്ചു ആൾക്കാർ. പക്ഷേ ഇതിലിപ്പോൾ ആൾക്കാർക്ക് അറിയാം, ഈ പറയുന്ന സംഭവങ്ങളെല്ലാം ആൾക്കറിയാം, ആരൊക്കെയാണ് ആ വ്യക്തികളെന്നും ആൾക്കാർക്ക് അറിയാം. പക്ഷേ ഈ രഞ്ജിനി ആണെങ്കിലും പറഞ്ഞിരുന്നല്ലോ, ആള് ഇങ്ങനെ സിനിമ നിർത്താൻ കാരണം ഇങ്ങനെ കാസ്റ്റിംഗ് ഹൗസ് പണ്ടുപോലെ ഈ പറയുന്ന സംഭവം പണ്ടുപോലെ ഉള്ളതാണ് മലയാളം സിനിമയിൽ. അത് KG ജോർജ് എല്ലാവരും പണ്ടുപോലെ ഉള്ളതാണ്. പക്ഷേ ഇതെല്ലാം മ്യൂച്വൽ എഗ്രിമെൻറ്റിൽ നടക്കുന്നു. മ്യൂച്വൽ കോൺസെൻറ്റോടെ നടക്കുകയാണെങ്കിൽ നിയമപരമായിട്ട് പ്രശ്നമില്ല. പിന്നെ ഒരു കാര്യം നോക്കിയാൽ സിനിമാക്കാരാണ് അവരെപ്പോഴും അവർ ഫാമിലിയോടൊപ്പം ഇല്ല, അവരിപ്പോഴും യാത്രയിൽ പല ലൊക്കേഷനാണ്. അപ്പോൾ അവർ ഒരു പരിധിക്ക് അവർക്ക് കുറ്റവും പറയാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ കുഴപ്പം പറഞ്ഞാൽ ചില ആൾക്കാർ നിർബന്ധിച്ചിട്ടുണ്ട്. ഫോഴ്സ്ഫുള്ളായി ചെയ്യുന്നത് ശരിയല്ല, അവിടെയാണ് പ്രശ്നം വരുന്നത്. പിന്നെ ഞാൻ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ ആൾക്കാർ ഇങ്ങനത്തെ ഈ കുറച്ച് ലൈംഗികത കൂടുതൽ ആൾക്കാർ പറയും കോഴിയാണ് പറയും, ഇല്ലെങ്കിൽ എന്താണ് ഞരമ്പ് രോഗം എല്ലാം പറയും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇത് അവരുടെ ഹോർമോണൽ പ്രോബ്ലമാണ്, ഹോർമോണൽ വേരിയേഷനാണ്. അതിനെ അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അതൊരു വീക്ക്നെസ്സാണ്. അതിന് അവർക്കുള്ള സൊല്യൂഷൻ പറഞ്ഞാൽ ഒന്നെങ്കിൽ അവർ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുക്കുക, ഹോർമോണൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുക, ഇല്ലെങ്കിൽ അവർ കല്യാണം കഴിക്കരുത്. പക്ഷേ ഫോഴ്സ്ഫുള്ളായിട്ട് ഒരാൾ ചെയ്യുന്നത് അല്ലെങ്കിൽ റേപ്പ് അങ്ങനത്തെ കാര്യം ഒരിക്കലും ശരിയല്ല. ഇങ്ങനത്തെ ഒരു കാര്യം മാത്രമല്ല അവർ ഉന്നയിക്കുന്നത്, ഈ വേറെ കുറെ പ്രശ്നങ്ങളുണ്ട്. സ്ത്രീകൾ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. എല്ലാ ഫീൽഡ് പോലെ ഇതിൽ പുരുഷാധിപത്യവും ഉണ്ട്. സ്ത്രീകൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അത് സിനിമയിൽ മാത്രമല്ല എല്ലാ ഫീൽഡിലും അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവർക്ക് ഡ്രസ്സ് മാറാൻ സ്ഥലമോ ഒന്നുമില്ല, പിന്നെ കടന്നു തുടങ്ങുമ്പോൾ രാത്രി വന്ന് മുട്ടുക, ഇവരെ നിർബന്ധിക്കുകയാണ്. അത് ഒട്ടും ശരിയല്ല. ഒരാളെ നിർബന്ധിച്ച് ഒരു കാര്യം ചെയ്യുന്നത്. ലൈംഗിക രാജ്യത്വം സിനിമാ ഫീൽഡിൽ നന്നായിട്ടുണ്ട്. അത് ബന്ധുകൂടിലുള്ളതാണ്, എല്ലാ സിനിമ ഇൻഡസ്ട്രിയിലും ഉണ്ട്. പക്ഷേ ഇതിന് സൊല്യൂഷൻ പറഞ്ഞാൽ ഒന്നെങ്കിൽ നടിമാർ തുറന്നു പറയണം ഇതാരാണ് ഇവർ അപ്രോച്ച് ചെയ്യുന്നത്. അത് അവർ പറയാത്ത കാരണം ഒരു കാര്യം പറഞ്ഞാൽ ഇവർക്കെല്ലാം ഈ പറയുന്ന നടന്മാർക്കെല്ലാം വലിയ ഗുണ്ടാ സംഘവും മറ്റിലുണ്ട്, അവരുടെ ജീവനെ തന്നെ ഭീഷണിയുണ്ട്. രണ്ടാമത്തെ കാര്യം പറഞ്ഞാൽ ഇതിൽ നല്ല രീതിയിൽ ജീവിച്ച ഇതിലൊന്നും പെടാത്ത ആൾക്കാർ വളരെ കുറവാണ്, വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ. മിക്കവാറും ഇതിൽ ലൈംഗിക രാജ്യത്വം സിനിമ ഫീൽഡിലുണ്ട്. അത് പണ്ടുപോലെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ അത് മാത്രമല്ല, ഈ റിപ്പോർട്ട് വന്നപ്പോൾ വേറെ പറഞ്ഞാൽ ഒരുപാട് കാര്യം പറയാനുണ്ട്. ഇപ്പോൾ ഒരു മലയാളത്തിലെ നടി തന്നെയാണ് ഈ WCCക്ക് തുടക്കം കുറിച്ചിട്ട് പിന്നീട് അവർക്ക് അവരുടെ ആവശ്യത്തിന് വേണ്ടി അവരുടെ കരിയറിനെ ബാധിക്കാൻ വേണ്ടി ഇവരെ മാറിയതാണ്. ആ പറയുന്ന നടി ഒന്നും തുറന്നു പറയാറില്ല, വളരെ ഡിപ്ലോമാറ്റിക്കാണ്. ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഒരുപാട് കളി കാണുന്നുണ്ട്. ഇതിപ്പോൾ ഫുള്ളായിട്ടൊന്നും വന്നിട്ടില്ല, ഇതിന് റൈറ്റ് ഇൻഫർമേഷനിൽ വരുമെന്ന് അറിയില്ല. ഇപ്പോൾ ഒരു ദുരനുഭവം അത് മാത്രമല്ല, അവിടെ എൻ്റെ ഈ നടിയെ ആക്രമിച്ച കേസ് ഒറ്റപ്പെട്ട സമയം ഇത് മുമ്പ് ഇതുപോലെ വെള്ളതും ഉണ്ടായിട്ടുണ്ട്. എത്രയോ നടിമാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് പണ്ട്, എത്രയോ നടിമാരുടെ ജീവൻ പോയിട്ടുണ്ട്. ഇപ്പോൾ ശോഭ ആക്ട്രസ് ആത്മഹത്യ ചെയ്തിട്ട് സിനിമാക്കാരനെ സപ്പോർട്ട് ചെയ്തത് ബാലുമേന്ദ്ര പറഞ്ഞ ആളെയാണ്. ആ ആളെ ഇപ്പോൾ ലേഖയുടെ പറഞ്ഞ ഫ്ലാഷ് ബാക്ക്, അങ്ങനെ ഒരുപാട് സിനിമകളിൽ തന്നെ കാണിക്കുന്ന സിനിമാ ഫീൽഡ് വളരെ മോശമായിട്ടാണ്. ഈ ആണെങ്കിലും പെണ്ണുങ്ങളും വരുന്ന എല്ലാ ഫീൽഡിലും ഉണ്ട്, പക്ഷെ ഇവിടെ അത് കുറച്ച് കൂടുതലാണ്. അതിനൊരു കാരണം ഇവർ വളരെ ഫ്രീ മൈൻഡാണ്. ഇവർക്ക് എപ്പോഴും കുറേ ഫ്രീ ടൈം ഉണ്ട്. ഫ്രീ ടൈം വരുമ്പോഴാണ് അവർക്ക് ഇങ്ങനത്തെ ചിന്തകൾ വരുന്നത്. കള്ള്, പെണ്ണ്, ഡ്രഗ്സ്, ചതി, ഇത് നാലൊരു ഫീൽഡാണ്. അപ്പോൾ ഈ തുറന്ന് പറയാമായിരുന്നു എന്ന് പലരും പറയുന്നുണ്ട്. അപ്പം അല്ലെങ്കിൽ ഇങ്ങനെ പ്രതികരിക്കായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഈ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾ ഭയങ്കര ഫേമസ് ആയി നിൽക്കുന്ന ഒരാളെ പറ്റി നമ്മൾ എന്ത് പറഞ്ഞാലും
സമൂഹം നമ്മൾ ആദ്യം ക്രിട്ടിസൈസ് ചെയ്യുള്ളൂ. അപ്പൊ അത് പേടിച്ചിട്ടായിരിക്കും മിക്കവരും ഇങ്ങനെ തുറന്നു പറയാൻ മടിക്കുന്നത്. പഴയ നടിമാരുടെ കാര്യം പറഞ്ഞാൽ അവർക്ക് വിദ്യാഭ്യാസം ഇല്ല, അവർക്ക് ജീവിതത്തിൽ പ്രാരാബ്ദങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് ജീവിക്കാൻ വേണ്ടിയാണ് അവർ ഇതിന് വഴങ്ങി കൊടുത്തത്. അപ്പോൾ അവർക്ക് ജീവിക്കാൻ വേണ്ടി അവർക്ക് നിവൃത്തിയില്ല. ഇപ്പോഴത്തെ നടിമാരെ തുറന്നു പറയാൻ കാരണം അവർക്ക് വിദ്യാഭ്യാസമുണ്ട്, ജോലിയുണ്ട്, അവർക്ക് ഇതൊന്നും അനുഭവിക്കേണ്ട ആവശ്യമില്ല. എന്താ ചോദ്യം എന്താണ്? ഞാൻ ചോദിച്ചത് ഈ തുറന്നു പറയാം. പോപ്പുലർ ആയിട്ടുള്ള അങ്ങനെ തുറന്നു പറയുമ്പോൾ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഒതുക്കും, ഫീൽഡിൽ ഒതുക്കും. ഇതിനെല്ലാം വഴങ്ങുന്ന ആൾക്കാരാണ് ഏറ്റവും വലിയ പൊങ്ങി വരണം. വഴങ്ങാത്ത ആൾക്കാർ ഇപ്പോൾ WCC തന്നെ പാർവതി തിരുവോത്തല 1.5 വർഷം വീട്ടിലിരിക്കേണ്ടി വന്നു. അവരുടെ അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, അവരുടെ കരിയറിൽ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നമുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്കെല്ലാം മനസ്സിലാവും, ഫാൻസുകാരും സമ്മതിക്കില്ല. പക്ഷെ ഇവിടെ എല്ലാവർക്കും അറിയാം ആരൊക്കെയാണ് ഇങ്ങനത്തെ ആൾക്കാരും വ്യക്തമായിട്ട് അറിയാം. പക്ഷേ ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ലൈഫ് ത്രെട്ടലുണ്ട്. അത് പാർവതി തിരുവോത്തല ഇൻ്റർവ്യൂവിൽ പറഞ്ഞു. എല്ലാവരും പറയും ഭയങ്കര ധൈര്യമുണ്ട്, പക്ഷേ എനിക്ക് പറയാൻ ധൈര്യമില്ല, കാരണം ലൈഫ് ത്രെട്ടൽ എന്ന് തോന്നുന്നു. ഇപ്പോൾ ഈ വഴങ്ങാത്ത ആൾക്കാർ വഴങ്ങുന്ന ആൾക്കാർക്ക് നല്ലത് കിട്ടുന്നു അങ്ങനെ പറയുമ്പോൾ ഒരു ഇപ്പം നമ്മുടെ സിനിമ ഫീൽഡിൽ അങ്ങനൊന്നും ചെയ്യാതെ നല്ല കഴിവുകൊണ്ട് വന്നവരെയും ആ ഒരു കൂട്ടത്തിലേക്ക് ആവി പോകുന്ന ഒരു അവസ്ഥ വരുമല്ലേ ശരിക്കും പറഞ്ഞാൽ? ഇത് വഴങ്ങാതെ വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും എല്ലാരും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒന്നും ചെയ്യാതെ സ്ട്രഗിൾ ചെയ്ത് വരുന്നവരെയും ആ ഒരു കൂട്ടത്തിൽ പെടുത്തേണ്ട അവസ്ഥ ആവില്ലേ ഇങ്ങനെ ഒരു രീതിയിൽ ഈ റിപ്പോർട്ട് കൊണ്ട്? എല്ലാവരും ഇങ്ങനെയല്ല. അതിപ്പോ നടന്മാരായാലും ആരും എല്ലാവരും ഇങ്ങനെയല്ല. പക്ഷേ അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ഒതുക്കിക്കളി അവര് വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ സിൽക്ക് സ്മിത നടി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ക്യാമറയ്ക്ക് മുന്നിൽ കാണുന്ന കാര്യം കാട്ടി എത്രയോ മോശം കാര്യം ക്യാമറയ്ക്ക് പിന്നിൽ നടക്കണം. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിനിമ പോലും നിങ്ങൾ കാണില്ലോ. ഒരുപാട് സ്ത്രീകൾ ചൂഷണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ലാണ്ട് പിന്നെ അവർ പറയുന്ന ഒരു പ്രശ്നമാണ് ഈ സാലറി അതിൽ വരുന്ന അത് സ്റ്റാർ വാല്യൂ, മാർക്കറ്റ് വാല്യൂ ആണ്. ഇപ്പോൾ നയൻതാര ആസിഫ് അലി ഒന്നിച്ച് അഭിനയിക്കുമ്പോൾ നയൻതാരയ്ക്ക് ഏറ്റവും അവിടെ മാർക്കറ്റ് വാല്യൂ എക്സ്പീരിയൻസ് അതൊക്കെയാണ്. പക്ഷെ പലരും പറയുന്നത് എല്ലാവർക്കും തുല്യ വേതനം കൊടുക്കണം. തുല്യവേതനം നടക്കില്ല, കാരണം അവിടെ ജെൻഡർ അല്ല, മാർക്കറ്റ് വാല്യൂ ആണ്. ഇപ്പം നടന്മാരെക്കാട്ടും ഞാൻ പറഞ്ഞില്ല ആസിഫ് അലി നയൻതാരയ്ക്കാണ് മാർക്കറ്റ് കൂടുതൽ, നയൻതാരയ്ക്കാണ് കൂടുതൽ കിട്ടുന്നത്. ഇപ്പോൾ മഞ്ജു വാര്യരും സണ്ണി മീനും അഭിനയിച്ചാൽ മഞ്ജു വാര്യനായിരിക്കും കൂടുതലാണ്. അത് മാർക്കറ്റ് വാല്യൂ ആണ്, അവിടെ ജെൻഡർ ഇല്ല. ഈ റോൾസ് കിട്ടുന്നതിനെ പറ്റിട്ടോ ഇവര് പറയുന്നത് ഇപ്പൊ ഈവൻ അവന്റെ അമ്മമാര് പോലും വഴങ്ങി കൊടുക്കുക അങ്ങനെയൊക്കെ നടക്ക. ഈ ഭയങ്കര പ്രശ്നമാണ് ഇത്. ഈ കാസ്റ്റിംഗ് കൗച്ചിന് വലിയ പ്രോബ്ലമാണ്. പലരും ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു ഫേക്ക് കാസ്റ്റിംഗ് കോൾസ് വെച്ചിട്ട് അങ്ങനെയുണ്ട്. അങ്ങനെ കുറച്ച് ചതിയുണ്ട്. അത് മാത്രമല്ല ഇപ്പൊ ടോവിനോല് പറഞ്ഞിട്ടുണ്ട്, എന്താണ് കാശ് വാങ്ങിക്കും ചിലപ്പോൾ, കാശ് വാങ്ങിച്ചിട്ട് അഭിനയിക്കാം. ഇങ്ങനെ ഒരുപാട് ഫ്രോഡുകളുള്ള ഫീൽഡാണ് സിനിമ ഫീൽഡ്. എല്ലാ ഫീൽഡിലും ഇവിടെ കുറച്ച് കൂടുതലാണ്. ഇപ്പോ ഈ ഒരു മാംസ കച്ചവടമാണ് നടക്കുന്നത് ആക്ച്വലി.